ഹായ് ഓൾ, ഇൻഫോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്ലോക്ക് 2 ആണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പം യൂണിറ്റ് 6 ആണ് ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഗ്രൂപ്പ് ഡിസ്കഷൻസ് ആൻഡ് മീറ്റിംഗ്സ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അത് കൂടുതലായിട്ട് നോക്കാനായിട്ടുള്ളത് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്നുള്ളൊരു ടോപ്പിക്കാണ്. മീറ്റിംഗ്സ് സെക്കൻഡ്ലി വരുന്നൊരു ടോപ്പിക്കാണ്. അത് കുറച്ചേ ഉള്ളൂ. GD ആണ് കൂടുതലായിട്ടും പഠിക്കാനുള്ളത്. ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ ഷോർട്ട് ഫോം ആണ് GD എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, ഒരു സെറ്റ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഒരു ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് റൂമിൽ ഇരുന്ന് ഒരു കാര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടോപ്പിക്സിനെ കുറിച്ചോ ഒക്കെ സംസാരിക്കുന്നതിനാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ നടക്കണമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ക്രൈറ്റീരിയസ് ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്ലാസ് റൂം ഇപ്പൊ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്തിനൊക്കെയാണ് നടക്കുന്നത്? ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഇന്റർവ്യൂവിൽ നമ്മൾ സെലക്ട് ആയി HR റൗണ്ടൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു GD ഉണ്ട്, ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട്. അപ്പം അവിടെ ഒരു പോയിന്റ് വരും. ആ ഒരു പോയിന്റിനെ ചൊല്ലി നമ്മുടെ ഇന്ററാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാനായിട്ടൊരു GD ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മീറ്റിംഗ്സിലൊക്കെ GD നടക്കുവാണെങ്കിൽ, ഗ്രൂപ്പ് ഡിസ്കഷൻ നടക്കുവാണെങ്കിൽ അത് എന്തിനെ കുറിച്ചായിരിക്കും? അവർക്ക് അറിയാവുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഒന്നിലധികം ടോപ്പിക്കിനെ കുറിച്ചായിരിക്കും. അപ്പൊ ഇതിന്റെ എല്ലാം വ്യത്യാസം നമുക്ക് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ഓക്കെ, അപ്പം ഫസ്റ്റ് വൺ നമുക്ക് നോക്കാനായിട്ടുള്ളത് എസെൻഷ്യൽസ് ഓഫ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഗ്രൂപ്പ് ഡിസ്കഷനിൽ GDയിൽ എന്തൊക്കെയാണ് എസെൻഷ്യൽസ് ആയിട്ടുള്ളത്? ഓക്കെ, അതിൻ്റെ അകത്ത് നമ്മളിപ്പം ഒരു ഇന്റർവ്യൂ GDയിലൊക്കെയാണ് പങ്കെടുക്കുന്നതിൽ അതിൻ്റെ അകത്ത് ഒരു ടോപ്പിക്ക് തന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു ടോപ്പിക്കിനെ ബന്ധപ്പെട്ടായിരിക്കും നമ്മൾ ആ ഇരിക്കുന്ന എല്ലാവരുടെയും കമ്മ്യൂണിക്കേഷനും അവരുടെ വ്യൂ ഓഫ് പോയിന്റ്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ ഒരൊറ്റ ടോപ്പിക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് എത്ര മെമ്പേഴ്സ് ഉണ്ടോ അത്രയും മെമ്പേഴ്സും ആ GDയിൽ ഇന്ററാക്ട് ചെയ്യണം എന്നുള്ള കാര്യം വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ആർക്കും തന്നെ ഒഴിഞ്ഞു മാറാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരു ട്രസ്റ്റ് വർത്ത് ആയിരിക്കണം. അതുപോലെ തന്നെ ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കണം നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ടോപ്പിക്ക് സംസാരിക്കുമ്പോഴത്തേനും ഇപ്പൊ നമുക്ക് എന്താണ് ഒരു ഡെക്കോഡം ഉണ്ട് GDക്കൊക്കെ. ആ ഡെക്കോഡവും കാര്യങ്ങളും എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം നമ്മൾ GD അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു പോയിന്റിനെ നമുക്ക് എത്രത്തോളം എലാബറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ഐഡിയാസ് എങ്ങനെയൊക്കെയാണ്, നമ്മൾ അത് എന്തൊക്കെ ചിന്തിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് GD എന്ന് പറയുന്നത്. ഓക്കെ, നേരെ മറിച്ച് ഇപ്പൊ ക്ലാസ് റൂം GDയിലേക്കൊക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓഫീസിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിസ്കഷനിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവിടെ ഒരു 1, 2, 3 ടോപ്പിക്സ് ഉണ്ടായിരിക്കും. ഒരു 3 ടോപ്പിക്സ് ഉണ്ടെന്ന് തന്നെ വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മളവിടെ പറയും, ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയും. അപ്പോൾ അവിടെ ഒരു കൺട്രോളർ ഉണ്ടായിരിക്കും നമുക്ക്. ഓക്കെ, കൺട്രോളർ അല്ലെങ്കിൽ ഒരു മാനേജർ ഉണ്ടായിരിക്കും. അപ്പം ഒരു മാനേജർ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നിനക്ക് ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ താങ്കൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഓക്കെ, നെക്സ്റ്റ് അടുത്ത ആൾ പറയും. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കും, ഇന്ന ആൾ പറയുമെന്ന്. കാരണം അയാൾ അത് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഓക്കെ, അപ്പോൾ ഒരു ടോപ്പിക്കിൽ ആവശ്യമായിട്ടുള്ള പോയിന്റ്സ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അടുത്ത ടോപ്പിക്കിലേക്ക് അവർ ഓട്ടോമാറ്റിക്കലി മൂവ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അവിടെ ഒരു റെക്കോർഡർ ഉണ്ടായിരിക്കും, ഒരു ഹാൻഡലർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു ലീഡർ, പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു ലീഡർ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഈ റെക്കോർഡർ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ GDയിൽ നമ്മൾ സംസാരിച്ച ടോപ്പിക്സും കാര്യങ്ങളും എല്ലാം റെക്കോർഡ് ചെയ്ത് എഴുതിയെടുക്കും, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കമ്പ്യൂട്ടറിൽ എടുക്കുന്നതായിരിക്കും. ലീഡർ എന്ത് ചെയ്യും? ലീഡ് ചെയ്തുകൊണ്ടിരിക്കും. ആ പോയിന്റ്സ് ഇങ്ങനെ ചിന്തിച്ചൂടെ, അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പം അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു അഭിപ്രായം ആരെങ്കിലും തെറ്റായിട്ട് പറഞ്ഞെങ്കിൽ അത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, എന്റെ ഒപ്പീനിയൻ ഇതാണ്, അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് ലീഡർ മുന്നോട്ട് വരും. ഓക്കെ, ഹാൻഡലർ അതായത് മാനേജർ എന്ത് ചെയ്യും? നിങ്ങൾ ആരെങ്കിലും പറയാതിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, താങ്കൾ പറയൂ എന്ന് പറഞ്ഞ് പടപടാന്ന് എല്ലാവരിലേക്കും ഈ പോയിന്റ്സ് എത്തിക്കുകയും അവരിൽ നിന്നും അവരുടെ അഭിപ്രായം എന്താണെന്ന് ഗ്രാസ്പ് ചെയ്യുകയും ചെയ്യുന്നു. നേരെ മറിച്ച് നമ്മുടെ ഇന്റർവ്യൂ GDസിലോട്ടൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഒരു 8 മെമ്പേഴ്സ് ഉണ്ടെന്ന് വെക്കുക. ആ 8 മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഒരു പോയിന്റ് കൊടുക്കും. അവിടെ ഒരു ഒബ്സർവർ ഉണ്ടായിരിക്കും. ആ ഒബ്സർവർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും സ്കിൽസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഇത്രയും ക്രൗഡിന്റെ ഇടയിൽ അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ അയാളുടെ ഒരു സ്കിൽ എന്താണ് എന്ന് ഒബ്സർവ് ചെയ്യണം. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ലീഡേഴ്സ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. ആ ടൈമിൽ അവിടെ ഒറിജിൻ ചെയ്യും, ഒരു ലീഡർ ഉറപ്പായിട്ട് ഒറിജിൻ ചെയ്യും. ഞാനിപ്പോൾ ആ GD നടത്തുന്ന ആളാണ്. ഓക്കെ, അപ്പം ഞാനൊരു ടോപ്പിക്ക് കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ കൊടുക്കും ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരാൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അയാൾ അത് ഹാൻഡിൽ ചെയ്ത് അയാൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയും. നെക്സ്റ്റ് വൺ വേറൊരാൾ പറയും. ഇപ്പം ഞാൻ ആദ്യമേ സ്റ്റാർട്ട് ചെയ്ത മറ്റേ ആൾ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടല്ലോ അല്ലെങ്കിൽ ഒപ്പീനിയൻ ഒക്കെ ഉണ്ടെങ്കിൽ പുള്ളി പിന്നെ എഴുന്നേറ്റ് പറയും. അല്ലെങ്കിൽ ഒരു ഇതൊക്കെ എന്താണ് ഒരു എന്താ പറയുക, ഈ ടോപ്പിക്ക് ഇപ്പം സെക്കൻഡ് പറഞ്ഞ ആള് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലോ ഇത് അങ്ങനല്ല, എൻ്റെ ഒപ്പീനിയൻ ഇതാണെന്ന് പറഞ്ഞിട്ട് വേറൊരു ഒപ്പീനിയൻ മുന്നോട്ട് വെക്കും.
സോ ആ ഒരു ടൈമിൽ ഒരു എന്താണ് അയാളുടെ കാഴ്ചപ്പാട് ട്രസ്റ്റ്ഫുൾ അല്ലെങ്കിൽ ട്രൂത്ത് ആണെങ്കിൽ അയാൾ ഒബ്വിയസ്ലി ഒരു ലീഡറായിട്ട് മാറും. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ ആരെന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും അതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇയാൾ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇയാൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് കറക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഈ ലീഡർ എന്ന് പറയുന്ന ആള്. അപ്പം ഒബ്സർവർ എന്ത് ചെയ്യും? ഇയാൾക്ക് ലീഡ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, മറ്റുള്ളവരുടെ തെറ്റ് തിരുത്താൻ പ്രീച്ച് ചെയ്യാനും പ്ലീച്ച് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നെല്ലാം ഇയാൾക്കുണ്ട് എന്ന് ആ ഒബ്സർവർ മനസ്സിലാക്കും. സോ ഇന്റർവ്യൂ GDSൽ ഓട്ടോമാറ്റിക്കലി ഒരു ലീഡർ ഒറിജിൻ ചെയ്യുകയാണ്. അതിൽ തന്നെ നമുക്ക് റെക്കോർഡറും ഓട്ടോമാറ്റിക്കലി ഒറിജിൻ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് ഇന്റർവ്യൂ GDSൽ അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂം GDSൽ ഒരു മീറ്റിംഗ് GDSലൊക്കെ ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ എസെൻഷ്യൽസ് ഓഫ് GDയിൽ നെക്സ്റ്റ് വരുന്നത് ഇക്വാലിറ്റി, ഫ്രീഡം ടു എക്സ്പ്രസ് ആൻഡ് റെസ്പെക്ട് ഓഫ് പാർട്ടിസിപ്പേറ്റിംഗ് മെമ്പേഴ്സ്. ഓക്കെ, ഇപ്പം ഗ്രൂപ്പ് ഡിസ്കഷനിൽ വന്നിട്ട് എന്നെക്കാളും സീനിയർ ആയിട്ടുള്ള ഒരാൾ പങ്കെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ലേഡീസ് ജെൻസ് എല്ലാവരും പങ്കെടുക്കുന്നതാണ്. അപ്പം അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകാൻ ഒരിക്കലും പാടില്ല. നിങ്ങളൊരു ഗേൾ ആണ്, അല്ലെങ്കിൽ നിങ്ങളൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളതാണ്, അതുകൊണ്ട് നിങ്ങൾ ആദ്യം പറയാം, ഞാൻ അത് കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ, എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ല, നെക്സ്റ്റ് വൺ നിങ്ങളൊരു ലേഡിയാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ മതി, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും GDSനകത്ത് അനുവദിക്കത്തില്ല. അങ്ങനെ ആരെങ്കിലും എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് അതിൻ്റെ അകത്ത് വലിയ റോളൊന്നുമില്ല, അവർ ഡയറക്റ്റ്ലി എലിമിനേറ്റ് ആയി പോകത്തുള്ളൂ. ഇന്റർവ്യൂ GDSലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇനി ഇത് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇന്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ മനസ്സിലാകുന്നതാണ്. ഓക്കെ, അപ്പൊ അടുത്തതായിട്ടുള്ളതാണ് റീസണബിൾനെസ്, ഓർഡർലൈനെസ് ആൻഡ് ട്രൂത്ത്ഫുൾനെസ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന GD പോയിന്റുമായിട്ട് നമ്മുടെ പോയിന്റ് വാലിഡ് ആണ്, കൊളാബറേറ്റ് ചെയ്യാൻ പറ്റിയതാണ്, അല്ലെങ്കിൽ നമുക്ക് അതിനെ റീസൺ ആക്കി കാണിക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് എങ്കിൽ മാത്രമേ ഗ്രൂപ്പ് ഡിസ്കഷനിൽ നമുക്ക് ഉള്ള ആ ഒരു പോയിന്റ് എക്സ്പ്രസ് ചെയ്യാവുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവരായിരിക്കും നമ്മുടെ ചുറ്റും ഇരിക്കുന്നവർ. അപ്പൊ അത് പോയിന്റ് തെറ്റാണ് എങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ വിക്ടിമൈസ് ചെയ്യാനോ, മീൻസ് വിക്ടിമൈസ് ചെയ്യാനല്ല, നമ്മളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ അത് തെറ്റല്ലേ ഇതല്ലേ എന്നൊക്കെ ചോദിച്ച് നമ്മളടുത്ത് ചോദിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പോയിന്റ് പറയുകയാണെങ്കിൽ അതിനൊരു ഓർഡർ ഉണ്ടാകണം. അതായത് ABCDEF എന്ന് പറഞ്ഞ് നമുക്കൊരു ഓർഡർ ഉള്ള പോലെ തന്നെ നമുക്കൊരു ഓർഡർ വൈസ് ആയിട്ട് വേണം നമുക്കുള്ള പോയിന്റ്സ് നമ്മളെ എക്സ്പ്രസ് ചെയ്യാനായിട്ട്. ഇപ്പം ഞാൻ ഈ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ക്ലാസ് തുടങ്ങിയപ്പോഴത്തേനും മുല്ലപ്പെരിയാർ ഡാമിന്റെ കാര്യമൊക്കെ വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ആ ഒരു ടോപ്പിക് ഒരു GDയിൽ ഇരിക്കുകയാണ്. അപ്പം സ്റ്റാർട്ട് ചെയ്യുമ്പം ഞാനിപ്പോൾ ആ ഡാം പൊട്ടാറായി നിൽക്കുകയാണ്. അപ്പൊ ഇതിന് ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ഇത് അന്ന് പണിതാണ്, ആ ഒരു ഡേറ്റ് എനിക്ക് ഓർമ്മ വരും. അങ്ങനെ നമ്മൾ ഒരിക്കലും പറയുന്നത് അത് പണിത ഡേറ്റ്, അതിന്റെ ആദ്യമേ ഉണ്ടായ കാര്യങ്ങളൊക്കെ, അത് എത്ര പ്രാവശ്യം തകർച്ചയൊക്കെ ഉണ്ടായി, പിന്നെ എത്ര പ്രാവശ്യം ഡീകമ്മീഷൻ ചെയ്തു, ഇപ്പൊ വന്നിരിക്കുന്ന പ്രോബ്ലം എന്താണ്, അങ്ങനെ ഒരു അടുക്കും ചിട്ടയോടും കൂടെ വേണം നമ്മൾ ഒരു GDയിൽ കുറെ പോയിന്റ്സ്, നമ്മുടെ കയ്യിലുള്ള പോയിന്റ്സ് ഒക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ട്രൂത്ത്ഫുൾനെസ്. അതായത് നമ്മൾ പറയുന്ന പോയിന്റ്സ് വാലിഡ് ആയിരിക്കണം, ട്രസ്റ്റ്ഫുൾ ആയിരിക്കണം. നമ്മൾ ഒരു കാരണവശാലും റോങ് മെസ്സേജസ് പാസ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള മെസ്സേജസ് മാത്രമേ GDയിൽ എപ്പോഴും പാസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, ഓക്കെ, അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ അത് നോക്കാനായിട്ടുള്ളത് വാട്ട് ടു സേ ആൻഡ് ഹൗ ടു സേ ഇറ്റ്. നമ്മൾ എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത് എന്ന് നമ്മൾ വളരെയധികം കെയർഫുൾ ആയിട്ട് വേണം ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഇപ്പം നമ്മൾ ചാടിക്കയറി ഇപ്പോൾ ഒരു പോയിന്റ് കിട്ടുമ്പോഴത്തേനും നമ്മൾ ഒരു കാരണവശാലും നമുക്ക് അറിയാവുന്ന പോയിന്റ്സ് എല്ലാം വലിച്ചു വാരി പറയരുത്. അപ്പം ഈ GDSൽ നമുക്ക് പറയേണ്ട ഒരു രീതിയുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഒരു ഫസ്റ്റ് നമ്മളൊരു പോയിന്റ് പറയാൻ പോവുകയാണെങ്കിൽ ഹായ് ഗുഡ് മോർണിംഗ് ടു ഓൾ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് വിഷൊക്കെ ചെയ്തിട്ട് വേണം നമ്മൾ എപ്പോഴും GDSൽ നമ്മുടെ പോയിന്റ്സ് ഒക്കെ പറയാനായിട്ട്. ഇപ്പൊ ഈ GD സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് സെൽഫ് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒബ്വിയസ്ലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല, ഗുഡ് മോർണിംഗ് ടു ഓൾ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ചാടിക്കയറി ഇപ്പോൾ ആ പോയിന്റിന്റെ ബാക്കി പറയണം, ഒരാൾ പറഞ്ഞു നിർത്തി ഐ ഹാവ് ടു സേ ദാറ്റ് എന്നൊന്നും പറയാൻ പാടില്ല. ഐ വുഡ് ലൈക്ക് ടു സേ ദാറ്റ് എന്നൊക്കെ പറഞ്ഞ്, ഓർ മൈ ഒപ്പീനിയൻ ഈസ് ഓക്കെ, ഇൻ മൈ വ്യൂ, അങ്ങനെയൊക്കെ പറഞ്ഞു വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഒബ്സർവർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഈ ഒബ്സർവർ നമ്മളെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ കൂടെ തന്നെ നമുക്ക് തരുന്ന ടോപ്പിക്ക്, ഏത് ടോപ്പിക്കാണ് തരേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഈ ഒബ്സർവറാണ്. അപ്പം ഈ GDSന്റെ ഇടയിൽ നമുക്ക് ചോദിക്കാൻ പറ്റിയ കുറച്ച് ചോദ്യം, അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു ഇടയിലോട്ട് കയറി സംസാരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പീനിയൻ എങ്ങനെ
നമുക്ക് എക്സ്പ്രസ് ചെയ്യാന്നൊക്കെ അതിന്റെ ബിഗിനിങ്, അതായത് ജസ്റ്റ് എങ്ങനെ നമുക്ക് അതിലോട്ട് കടന്നു ചെല്ലാം എന്നുള്ളതിന്റെ എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓരോ എക്സാമ്പിൾസ് വെച്ച് പറയാം, ബാക്കി നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കേണ്ടതാണ്. ഇപ്പൊ നമ്മൾ സ്റ്റേറ്റിംഗ് ആൻ ഒപ്പീനിയൻ, നമ്മുടെ ഒപ്പീനിയൻ നമുക്ക് GD പറയണമെങ്കിൽ ഇൻ മൈ വ്യൂ, ഓക്കെ, അല്ല എങ്കിൽ ഇറ്റ് സീംസ് ടു മീ, ഇൻ മൈ വ്യൂ, എന്റെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്ന രീതിക്ക് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക്, അങ്ങനൊന്നും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് വൺ, ഇൻറപ്റ്റിംഗ്. ഇൻറപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളുടെ ഇടയിലേക്ക്, അതായത് ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലേക്ക് കയറി ആ പോയിന്റിനെ നമ്മളൊന്ന് ഇലാബറേറ്റ് ചെയ്യണം. ആ ഒരു ടൈമിൽ ഇഫ് ഐ ആം ഇൻറപ്റ്റ്, അല്ലെങ്കിൽ സോറി ടു ഇൻറപ്റ്റ് ബട്ട്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് കയറുന്നതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം, പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ കണ്ടിന്യൂസ് നോക്കാവുന്നതാണ്. നെക്സ്റ്റ് വൺ, ഹാൻഡിലിംഗ് ഇൻറപ്റ്റ്സ്. നമ്മൾ ആ ഇൻറപ്റ്റ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഇപ്പം ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് സോറി പ്ലീസ് ലെറ്റ് മീ ഫിനിഷ് ഇറ്റ്, ഓക്കെ, അതായത് ക്ഷമിക്കണം, ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണെന്നുള്ള രീതിയിൽ നമുക്ക് ആ ഇൻറപ്റ്റ്സിനെ ഹാൻഡിൽ ചെയ്യാം. നെക്സ്റ്റ് വൺ, മൂവിങ് ദ ഡിസ്കഷൻ. അതായത് നമ്മുടെ ഒരു പോയിന്റ് കംപ്ലീറ്റ് ചെയ്ത് നെക്സ്റ്റ് പോയിന്റിലേക്ക് കടക്കാനായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു സെന്റൻസ് ആണ് അത് മൂവിങ് ദ ഡിസ്കഷൻ ഓൺ എന്ന് പറഞ്ഞ് ഇവിടെ മീൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് ക്യാൻ വി ഗോ ഓൺ ടു തിങ്ക് അബൌട്ട്, അതായത് ക്യാൻ വി ഗോ ഓൺ ടു തിങ്ക് അബൌട്ട് ദ നെക്സ്റ്റ് ടോപ്പിക് എന്നാണ് ആ ഒരു ടോപ്പിക് നമ്മൾ അവിടെ പറയേണ്ടതാണ്. സോ അതാണ് നെക്സ്റ്റ് ഹാൻഡ്ലിംഗ്. അതുപോലെ തന്നെ എക്സ്പ്രസിങ് എഗ്രിമെന്റ്, അതായത് ഇപ്പൊ നമുക്കൊരാൾ ഒരു പോയിന്റ് പറഞ്ഞു തന്നു, ആ ഒരു പോയിന്റ് ഇപ്പൊ ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഒരാൾ ഒരു പോയിന്റ് പറഞ്ഞു, അതിനെ നമ്മൾ എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ടോട്ടലി എഗ്രി, ഐ ക്വൈറ്റ് എഗ്രി എന്നൊക്കെ പറയാവുന്നതാണ്. ഓക്കെ, എക്സ്പ്രസിങ് ഡിസ്അഗ്രിമെന്റ്. അപ്പൊ എനിക്ക് ആ ഒരു പോയിന്റിനോട് എഗ്രി ചെയ്യാൻ പറ്റുന്നില്ല, എന്റെ കാഴ്ചപ്പാട് വേറെ ആണെങ്കിൽ ഐ ഡോണ്ട് എഗ്രി അറ്റ് ഓൾ, ഐ എം ടോട്ടലി ഡിസ്അഗ്രി എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ്. നെക്സ്റ്റ് വൺ, ചെക്കിംഗ് കോംപ്രഹെൻഷൻ. അപ്പം നമ്മൾ ഇപ്പം ഡസ് ദാറ്റ് മീൻ, ആർ യു സേയിങ് എന്നൊക്കെ പറയത്തില്ല, നിങ്ങൾ അത് പറഞ്ഞു വരുന്നത് ആ കാര്യമാണോ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലൊക്കെ ചോദിക്കുന്നതാണ് കോംപ്രഹെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മേക്കിംഗ് എ സജഷൻ. നമ്മളൊരു സജഷൻ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഐ സജസ്റ്റ് ദാറ്റ് വി വുഡ് എന്നൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഐ സജസ്റ്റ് ദാറ്റ്, എന്റെ സജഷൻ ഇതാണ്, നമുക്കത് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാം എന്നൊക്കെ പറയുന്ന രീതിക്ക് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ടീം പ്ലെയർ ആയിരിക്കണം. ഓക്കെ, നമ്മൾ ആ ഒരു ടീമിൽ നമ്മുടെ പോയിന്റ്സ് എല്ലാം വാലിഡ് ആണെങ്കിലും ഇൻവാലിഡ് ആണെങ്കിലും എല്ലാവരും ഒരുപോലെ അതിനെ അനുഭവിക്കേണ്ടതാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഗ്രൂപ്പ് ഡിസ്കഷനിൽ എല്ലാവരുടെയും ഇന്ററാക്ഷൻ നോക്കാം. നമ്മൾ ഒരാളുടെ ഒരു പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ അതേ പിടിച്ചാണ് നെക്സ്റ്റ് പോയിന്റിലോട്ട് ചാടുന്നത്. അപ്പൊ ഇതിൻ്റെ തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മൾ when a group either sings or swims together, അതായത് ഇപ്പൊ ഒരു സെന്റൻസ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, പോസിറ്റീവ് ഇൻഡിപെൻഡൻസ് ഈസ് വെൻ എ ഗ്രൂപ്പ് ഐദർ സിങ്സ് ഓർ സ്വിംസ് ടുഗദർ. അതായത് നമ്മളിപ്പോ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ ഉണ്ടായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻവോൾവ് ആയിരിക്കുമ്പോൾ ആ ഒരു കപ്പല് അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് മുങ്ങുവാണേലും നീന്തുവാണേലും ഒരുമിച്ചായിരിക്കണം എല്ലാവരും. ഓക്കെ, അതുപോലെ തന്നെ നമ്മളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യം സെയിം പേജിലായിരിക്കണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. എല്ലാവരും ഒരേ സെയിം പേജിലാണേലേ ആ കമ്മ്യൂണിക്കേഷൻ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പം ഒരാൾ ഇഷ്ടമല്ല, പക്ഷെ അയാൾ പറയുന്നതിനോട് കറക്റ്റാണ്, ഒപ്പീനിയൻ കറക്റ്റാണ്, എഗ്രി ചെയ്യുന്നു എന്ന് പറയാനും, ഡിസഗ്രി ചെയ്യാനാണെങ്കിൽ ഡിസഗ്രി ചെയ്യുന്നു എന്ന് മൃദുലമായ രീതിയിൽ, അതായത് നോർമൽ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ ഇയാളോട് ഞാൻ അഗ്രി ചെയ്യുന്നില്ല, എനിക്കിതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നതിനാണെങ്കിൽ നമ്മുടെ വാല്യൂ അവിടെ പോവുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഇതിൻ്റെ അത് കൊടുത്തിട്ടുണ്ട്. സേ ഇൻസ്റ്റെഡ് ഓഫ് എന്ന് പറഞ്ഞ് കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സേ എന്ന് പറയുമ്പോൾ ഐ ഡിസഗ്രി ബിക്കോസ്. ഇപ്പൊ ഞാനിപ്പോ ഒരാള് പറയുന്ന കാര്യത്തിനോട് ഡിസഗ്രി ചെയ്യുവാണ്, എനിക്ക് അതിന് ഒരു കാരണവശാലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്കൊരു കാരണം ഉണ്ടായിരിക്കണം. ആ കാരണം കൂടെ ചേർത്ത് വേണം ഡിസഗ്രിമെന്റിന്റെ റീസൺ കൊടുക്കാനായിട്ട്. അല്ല എങ്കിൽ അത് കറക്റ്റ് ആണ്, നോ ദാറ്റ് ഇസ്. ഒരാളിപ്പോൾ ഞാൻ ഡിസഗ്രി ചെയ്തപ്പോൾ വേറൊരാൾ പറയുവാണ് നിങ്ങളുടെ ഡിസഗ്രിമെന്റ് ഒന്നും കറക്റ്റ് അല്ല, അപ്പോൾ അത് പുള്ളി പറഞ്ഞത് ശരിയാണല്ലോ, അപ്പം നോ ദാറ്റ് ഇസ് ട്രൂ, അല്ലെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് ട്രൂ, അത് ശരിയല്ല, അപ്പൊ ഇയാളുടെ ഡിസഗ്രിമെന്റിനോട് ഞാൻ യോജിക്കുന്നു, ദാറ്റ് ഇസ് നോട്ട് ട്രൂ. അല്ലെങ്കിൽ നോ ദാറ്റ് ഈസ് ട്രൂ, അത് ഞാൻ പറഞ്ഞ ഡിസഗ്രിമെന്റ് കറക്റ്റ് അല്ല, അയാൾ പറഞ്ഞ കാര്യം കറക്റ്റ് ആണ് എന്ന് പറയാം. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് എന്ന് പറയുന്ന രീതിയിലാണ് അത് വരുന്നത്. സേ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയണം, ഇൻസ്റ്റെഡ് ഓഫ് എന്ന് പറയുമ്പോഴത്തേനും നമുക്കത് ആ ഒരു ഡിസഗ്രിമെന്റ് അല്ലെങ്കിൽ എഗ്രിമെന്റിനെ എതിർക്കുന്ന രീതിയിൽ പറയുന്നതാണ് ഇൻസ്റ്റെഡ് ഓഫ് എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ,
നെക്സ്റ്റ് ടോപ്പിക്കാണ് ഓവർകം ഡിഫറൻസസ് ഇൻ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ. അതായത് ഓരോ ആൾക്കാർക്കും നമ്മുടെ ഈ GDയിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ഓരോ ആൾക്കാർക്കും ഓരോ കമ്മ്യൂണിക്കേഷൻ രീതിയായിരിക്കും ഉള്ളത്. ചിലർക്ക് ഈ ഗ്രൂപ്പായിട്ടിരുന്നാൽ സൈലന്റ് ആയിട്ട് ഇരുന്നിട്ട് പതിയെ പതിയെ കാര്യങ്ങൾ പറയുന്നവരായിരിക്കും താല്പര്യം, അല്ലെങ്കിൽ ചിലർക്ക് ലൗഡായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ആയിരിക്കും താല്പര്യം. ഇപ്പം നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ എഴുന്നേറ്റ് ലൗഡായിട്ട് പറഞ്ഞു, എനിക്കതിനെ എഗ്രി ചെയ്യാൻ പറ്റില്ല, എനിക്ക് ലൗഡായിട്ടുള്ള ക്രൗഡോ അല്ല കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല, എങ്കിൽ നമുക്ക് താല്പര്യമില്ല, ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇറങ്ങി പോകാനൊന്നും പറ്റില്ല. നമ്മുടെ അവിടെ എപ്പോഴും ഒരു ഡെക്കോഡം മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഒരു GD ആയാലും ഒരു മീറ്റിംഗ് ആയാലും എല്ലാത്തിനും ഒരു ഡെക്കോഡം ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ്, അതായത് GDയിൽ വന്നിരിക്കുന്നത് ഡിഫറെന്റ് ഏരിയാസിൽ നിന്നുള്ള ആൾക്കാരായിരിക്കും. ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് തന്നെ ആകണമെന്നില്ല, ഡിഫറെന്റ് കൺട്രീസ്, ഈ 8 കൺട്രീസിൽ നിന്നായിരിക്കും വന്നിരിക്കുക. അപ്പൊ അവരുടെ കൾച്ചറും കാര്യങ്ങളും എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ച് അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ രീതി ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എപ്പോഴും നമ്മൾ ഇതിൻ്റെ അകത്ത് ഹാൻഡിൽ ചെയ്ത് നമ്മൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാനുള്ളത് അക്നോളജ് ഡിഫറൻസസ് ഇൻ ജെൻഡർ ആൻഡ് കൾച്ചർ. അതായത് ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ കൾച്ചറും കാര്യങ്ങളും. അപ്പൊ ഇപ്പൊ നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാർക്കാണെങ്കിൽ മാരേജിന്റെ കൾച്ചർ ഡിഫറെന്റ് ആണ്. നമ്മുടെ നാട്ടിലെ മാരേജ് കൾച്ചർ ഡിഫറെന്റ് ആണ്. നമ്മുടെ നാട്ടിൽ പറയുന്നത് എന്താണ്, 22 വയസ്സ് PSC ഒക്കെ കിട്ടിയാലേ കെട്ടിച്ചു വിടാവുള്ളൂ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷെ നോർത്ത് ഇന്ത്യക്കാരൊക്കെ 18 തികയുന്നതിന് മുന്നേ ഒക്കെ കെട്ടിച്ചു വിടാണ്ടാവും. സോ അങ്ങനെയുള്ള ഒരാളുമായിട്ട് നമ്മുടെ നാട്ടിലെ കൾച്ചർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് എഫക്റ്റീവ്ലി അയാൾക്ക് മനസ്സിലാവില്ല. കാരണം അവരുടെ കൾച്ചർ വേറെ, നമ്മുടെ കൾച്ചർ വേറെ. ആ ഒരു രീതിക്ക് നമ്മൾ കൾച്ചർ മനസ്സിലാക്കി മെയിൻറ്റെയിൻ ചെയ്ത് വേണം സംസാരിക്കാൻ. ഇപ്പൊ അയാളോട് തർക്കിച്ച് കയറാനൊന്നും പാടില്ല, എൻ്റെ നാട്ടിൽ ഇങ്ങനെയാണ്, സോ നമുക്ക് ഐ വുഡ് ലൈക്ക് ടു ഡു സോ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കാനായിട്ടേ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് കമാൻഡ് ചെയ്യാനൊന്നും GDയിൽ പറ്റില്ല. നെക്സ്റ്റ് വൺ എഫക്റ്റീവ് ഇൻവോൾവ്മെന്റ്. എഫക്റ്റീവ് ഇൻവോൾവ്മെന്റ് എന്ന് പറയുമ്പോൾ ഈ GDസിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ കണ്ടസ്റ്റൻസും നമ്മൾ ഇൻവോൾവ് ചെയ്യേണ്ടതാണ്. അതായത് നമ്മൾ മറ്റുള്ളവർ പറയുന്നത് ലിസൺ ചെയ്യുകയും ആ ലിസൺ ചെയ്യുന്ന കാര്യത്തിന് തക്കതായ മറുപടി കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. ഓക്കെ, അത് GDയുടെ ഡെക്കോഡം അനുസരിച്ചായിരിക്കണം. അല്ലാതെ നമുക്ക് അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനൊന്നും എഗനസ്റ്റ് ആയിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുകയും വേണം, മറ്റുള്ളവർ പറയുന്ന ടോപ്പിക്സ് ശ്രദ്ധിക്കുകയും വേണം, നമ്മുടെ പോയിന്റ്സ് പറയുകയും ചെയ്യണം. ആർക്കും തന്നെ മാറി ചെയ്യുന്ന 2-3 ടോപ്പിക്സ് പറഞ്ഞിട്ട് മാറിയിരിക്കാനൊന്നും പറ്റില്ല. എപ്പോഴും ഇൻവോൾവ് ആയിക്കൊണ്ടേ ഇരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ മെയിൻറ്റെയിനിങ് റോൾസ് ഇൻ എ ഗ്രൂപ്പ്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഒബ്സർവർ, ലീഡർ, അതുപോലെ റെക്കോർഡർ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് റോൾസ് ഈ മീറ്റിംഗ്സിലൊക്കെ വരാറുണ്ട്. ആ ഒരു ടൈമിൽ ഇപ്പോൾ ഒരു ലീഡർ വന്നിട്ട് റെക്കോർഡറിന്റെ ജോലി എടുക്കാൻ പോയി കഴിഞ്ഞാൽ ലീഡിങ്ങിന് ആളുണ്ടാവില്ല. റെക്കോർഡർ വന്നിട്ട് ഒബ്സർവറിന്റെ ജോലി എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്സ് ഒന്നും റെക്കോർഡ് ചെയ്യാനായിട്ട് ആളുണ്ടാവില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ റോൾ എന്താണെന്ന് മനസ്സിലാക്കി വേണം നമ്മൾ ഒരു GDയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇപ്പം ഞാൻ പറയുവാണ്, ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം വിട്ടിട്ട് ഒബ്സർവർ, മറ്റുള്ളവർ എന്ത് പറയുന്നു ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ഇങ്ങനെ സംസാരിച്ചു, അവനൊരു ക്വാളിറ്റി ഉണ്ട്, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഞാൻ ഇങ്ങനെ നോക്കുവാണെങ്കിൽ അവർ പറയുന്ന പോയിന്റ്സ് എല്ലാം മിസ്സാവും. എനിക്ക് അയക്കേണ്ട MOM കാര്യങ്ങളോ ഒന്നും കിട്ടില്ല, മിനിറ്റ്സ് ഓഫ് മീറ്റിംഗും കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല. ഓക്കെ, അങ്ങനെ ഒരു ഒബ്സർവർ, അതായത് ആ GD ടൈമിലാണ്, ഗ്രൂപ്പ് ഡിസ്കഷൻ ടൈമിലാണ് നമുക്ക് ആ ഒരു റോള് കിട്ടുന്നത്. GDയിൽ TL ഒബ്സർവർ ഓൾറെഡി ഉണ്ടായിരിക്കും. ഒബ്സർവറാണ് ടോപ്പിക്കും കാര്യങ്ങളും, ലീഡർ എന്നുള്ള ടോപ്പിക്സ്, ആ ഒരു പൊസിഷൻസ് ഒക്കെ കിട്ടുന്ന ആ ഒരു ടൈമിൽ നമ്മൾ എപ്പോഴും കോൺഷ്യസ് ആയിരിക്കണം, നമ്മുടെ റോൾ ഇതാണ്, അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഡ്യൂട്ടിയാണ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ആൻഡ് ഈ ഗ്രൂപ്പ് ഡിസ്കഷനിൽ വരുന്ന ലാസ്റ്റ് ടോപ്പിക്കാണ് ഗ്രൂപ്പ് പ്രോസസ്സിംഗ് ആൻഡ് അസസ്മെന്റ്സ്. ഓക്കെ, ഈ ഗ്രൂപ്പ് പ്രോസസ്സിംഗിൽ തന്നെ 3 ടോപ്പിക്സ് ഇവർ കൊടുത്തിട്ടുണ്ട്. കോൺട്രിബ്യൂഷൻ, വേ ഓഫ് സ്പീക്കിംഗ്, ആറ്റിറ്റ്യൂഡ്. ഓക്കെ, അതായത് കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വ്യൂസ്, നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ്സിനെ ഉൾക്കൊണ്ടിട്ട് നമ്മുടെ വ്യൂസ് എന്താണെന്ന് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പോയിന്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതിനാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ടൈം, നമ്മുടെ പേഷ്യൻസ്, നമ്മുടെ ആ അറ്റൻറ്റീവ്നെസ്, ഇതിനെയൊക്കെയാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. വേ ഓഫ് സ്പീക്കിംഗ്, നമ്മൾ എങ്ങനെയാണ്, പൊളൈറ്റ് ആയിട്ടാണോ, അല്ലെങ്കിൽ ചാടി കയറിയാണോ, അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടാതെ ഇവരെ ഇഷ്ടപ്പെടാതെ എൻ്റെ പോയിന്റ് മാത്രമാണ് വാലിഡ് എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്ന ഒരാളാണോ എന്നൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് നോക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ഓൺ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്. ഈ ആറ്റിറ്റ്യൂഡും വേ ഓഫ് സ്പീക്കിങ്ങും സെയിം തന്നെയാണ്. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്താണ്, അതിൻ്റെ അകത്ത് എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് നമ്മൾ എന്നാലും ഇതിൻ്റെ അകത്ത് പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്നൊരു ടോപ്പിക് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ബട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതിൻ്റെ അകത്ത് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് എക്സാമ്പിൾസും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ടെക്സ്റ്റോ അല്ലെങ്കിൽ റെഫറൻസ് ബുക്കോ ഒന്ന് വായിച്ചു നോക്കുക. അതിൻ്റെ അത് വേറെ ഒരുപാട് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എങ്ങനെ ഇന്റർഫേസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ റിപ്ലൈ ചെയ്യണം, എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം, മീൻസ് എങ്ങനെ നമ്മുടെ വ്യൂസിനെ
പറയണം, അല്ലെങ്കിൽ നമ്മുടെ ഡിസഗ്രിമെന്റ്, എഗ്രിമെന്റ്, ഇതൊക്കെ എങ്ങനെ പറയണമെന്നുള്ളതിന് ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ ടെക്സ്റ്റിലും റെഫറൻസ് ബുക്കിലും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് എല്ലാം ഒന്ന് വായിച്ച് നോക്കിയിട്ട് മാത്രം എക്സാമിന് പോവുക. ഓക്കെ, അപ്പൊ നമ്മുടെ യൂണിറ്റ് 6 നെക്സ്റ്റ് ടോപ്പിക്കാണ് മീറ്റിംഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മീറ്റിംഗ്സ് എന്ന് പറയുമ്പോഴത്തേന് നമ്മളിപ്പോൾ കമ്പനീസിലൊക്കെ ആണെങ്കിൽ മീറ്റിംഗ്സ് വെക്കാറുണ്ട്. നമുക്ക് നേരത്തെ സംഭവിച്ചൊരു ഫോൾട്ടിനെ പറ്റിയോ അല്ലെങ്കിൽ പുതുതായിട്ട് എന്തൊക്കെ സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്യാമെന്നൊക്കെ പറയുന്നതിനെ പറ്റി ഒരുപാട് മീറ്റിംഗ്സും കാര്യങ്ങളും ഒക്കെ വെക്കാറുണ്ട്. സോ നോർമലായിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന മീറ്റിംഗിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചെയർപേഴ്സൺ, അജണ്ട, പ്രോസസ് ഓഫ് മേക്കിംഗ് ഡിസിഷൻ, വെൽ മാനേജ്ഡ് ഡിസ്കഷൻ, പ്രൊഡക്റ്റീവ് ഫിസിക്കൽ സെറ്റപ്പ് എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോർമലായിട്ട് അറിയാം. അജണ്ട എന്ന് പറയുന്ന കാര്യം മാത്രം നമുക്കൊന്ന് പറയാം. നമ്മുടെ മീറ്റിംഗ്സിൽ എന്തൊക്കെ പരിപാടികളാണ് നടക്കുന്നതിനെ എന്നുള്ളതിനെ കുറിച്ചൊരു ലിസ്റ്റാണ് അജണ്ട എന്ന് പറയുന്നത്. ഓക്കെ, ചെയർപേഴ്സൺ അറിയാലോ, അത് അഡ്രസ് ചെയ്യുന്ന ആളാണ് ചെയർപേഴ്സൺ. ഓക്കെ, സോ നോർമലി നമ്മൾ മീറ്റിങ്ങിൽ എങ്ങനെ ആയിരിക്കണം എന്നാണ് നമ്മൾ ഇതിൻ്റെ അത് പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജസ്റ്റ് എന്തായാലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പ്രിപ്പയർ വെൽ ഫോർ എ മീറ്റിംഗ്. അതായത് നമുക്കിപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ട്, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ടോപ്പിക് എന്താ നമുക്ക് പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് അറിയാം. GDസിൽ അങ്ങനെയല്ല. ആ ഒരു ടൈമിൽ ഇന്റർവ്യൂ GDs ആണെങ്കിൽ നമ്മൾ പോയി ഇരുന്ന് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ആ ടോപ്പിക് എന്താണെന്ന് അറിയത്തുള്ളൂ. പക്ഷെ മീറ്റിങ്ങിനെ സംബന്ധിച്ച് നമുക്ക് നാളെ ഇപ്പോൾ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ ആ മീറ്റിംഗിൽ പറയേണ്ട കാര്യം ഇതാണ് എന്ന് എനിക്കറിയാം, അതിനെക്കുറിച്ച് എനിക്ക് പ്രിപ്പയർ ചെയ്യണം. ഞാൻ ഓരോ ടോപ്പിക്സ് കളക്ട് ചെയ്ത് പ്രിപ്പറേഷൻ റെഡി ആകും. ഓക്കെ, അതുപോലെ തന്നെ വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. ഓക്കെ, ഒരു മീറ്റിങ്ങിന് പോകുമ്പോൾ ബി എ ഗുഡ് ലിസണർ. മീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരാൾ മാത്രമല്ല സംസാരിക്കുന്നത്, ഒന്നിലധികം ആൾക്കാർ സംസാരിക്കുന്നുണ്ടായിരിക്കും. സോ മറ്റുള്ളവർ പറയുന്ന കാര്യം ലിസൺ ചെയ്ത് അതിനെ നോട്ട് ഡൗൺ ചെയ്യേണ്ടതാണ്. നമുക്കത് നമ്മുടെ സ്ട്രാറ്റജിയിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതാണെങ്കിൽ ഒരു കാരണവശാലും മിസ് ചെയ്ത് നമ്മൾ അത് എപ്പോഴും ടേക്ക് എ നോട്ട് ഓഫ് ഇറ്റ്. ഓക്കെ, ഒരു നോട്ട് ഡൗൺ ചെയ്യേണ്ടതാണ്. നമ്മൾ എപ്പോഴും മറ്റുള്ളവർ പറയുന്ന കാര്യം ആക്റ്റീവായിട്ട് ലിസൺ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡോണ്ട് ഇന്ററപ്റ്റ്. അതായത് മറ്റൊരാൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കാരണവശാലും മീറ്റിംഗിൽ ഇന്ററപ്റ്റ് ചെയ്യാൻ പറ്റില്ല. GDസിൽ അങ്ങനെയല്ല, ഗ്രൂപ്പ് ഡിസ്കഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ററപ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം മീറ്റിങ്ങിലോട്ട് വരുമ്പോഴത്തേനും ഒരു കാരണവശാലും ഇന്ററപ്റ്റ് ചെയ്ത് ഇടയിൽ കയറി സംസാരിക്കാൻ പാടുള്ളതല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫോളോ ദ അജണ്ട. അപ്പൊ ഒരു അജണ്ട ബേസിലാണ് ഇത് പോകുന്നത്. ഫസ്റ്റ് വൺ, ഇപ്പം മീറ്റിംഗിൽ പറയുവാണ്, ഫസ്റ്റ് വൺ പ്രയർ ആണ്, പ്രയർ കഴിഞ്ഞു, അത് കഴിഞ്ഞ് സ്വാഗത പ്രസംഗം, അത് അങ്ങനെ ഓരോ കാര്യങ്ങൾ അജൻഡാസ് ഉണ്ട്. ആ അജൻഡാസ് ഫോളോ ചെയ്ത് മാത്രമേ നമ്മൾ മീറ്റിങ്ങിൽ ഇൻവോൾവ് അല്ലെങ്കിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ സബ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ. നെക്സ്റ്റ് വൺ, ബി ആൻ ആക്റ്റീവ് പാർട്ടിസിപ്പൻറ്റ്. ഓക്കെ, നമ്മൾ മീറ്റിംഗ് തുടങ്ങുന്ന ടൈമിൽ, അതായത് നമ്മളിപ്പം ഇതിൻ്റെ അകത്ത് ഡെക്കോഡത്തിലൊക്കെ പറയുന്ന കാര്യമാണ്, മീറ്റിംഗ് ഡെക്കോഡം എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പം ബി ആൻ ആക്റ്റീവ് പാർട്ടിസിപ്പൻറ്റും മീറ്റിംഗ് ഡെക്കോഡും ഞാൻ ഒരുമിച്ച് പറയാം. ഓക്കെ, ആക്റ്റീവ് പാർട്ടിസിപ്പന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നോട്ട് ഡൗൺ ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യാതെ മീറ്റിംഗിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓക്കെ, അതുപോലെ തന്നെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ റിസീവ് ചെയ്ത് മനസ്സിലാക്കാനും അതിൻ്റെ നോട്ടൊക്കെ എടുക്കാനും ഒക്കെ നമ്മൾ ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ നമുക്കുള്ള കാര്യങ്ങൾ, നമുക്കുള്ള സ്ട്രാറ്റജീസും കാര്യങ്ങളും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് മറ്റുള്ളവർക്കും കൊടുക്കേണ്ടതാണ്. ഇതാണ് ബി ആൻ ആക്റ്റീവ് പാർട്ടിസിപ്പൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇതിൻ്റെ അത് പറയാനായിട്ടുള്ള പാർട്ടിസിപ്പൻറ്റ് ആക്റ്റീവ് ആകാനായിട്ട് നമ്മൾ ഒരു കാരണവശാലും മീറ്റിംഗ് ടൈമിൽ മിണ്ടാണ്ടിരിക്കരുത്. നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരു കാരണവശാലും മിസ് ചെയ്യാതെ പറയേണ്ടതാണ്. ഓക്കെ, മീറ്റിംഗ് ഡെക്കോഡം. ഇത് ആക്റ്റീവ് പാർട്ടിസിപ്പൻറ്റുമായിട്ട് എങ്ങനെ സിങ്ക് ആവുന്നതെന്ന് വെച്ചാൽ, ഡെക്കോഡം എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഒരു പഞ്ച്വാലിറ്റി ഉണ്ടായിരിക്കണം. നമ്മൾ ആ മീറ്റിംഗ് തുടങ്ങുന്ന ടൈമിൽ തന്നെ നമ്മൾ അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേറ്റിന്റെ സിമ്പിളാണ് ആ ഡെക്കോഡം ഫോളോ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇപ്പം വീട്ടിൽ ഇരുന്ന് തൂങ്ങിയിട്ടുണ്ട് ഒരു കാരണവശാലും മീറ്റിംഗ് പോകില്ല. അപ്പം നമ്മൾ വെൽ ഡ്രസ്ഡ് അപ്പ് ആയിരിക്കണം, ഒരു ബ്ലേസേഴ്സ് ഒക്കെ ഇട്ട് നല്ലപോലെ ഷൂ ഒക്കെ കെട്ടി ടൈ ഒക്കെ ഇട്ട് നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ടായിരിക്കണം ഒരു മീറ്റിങ്ങിന് പോകേണ്ടത്. അപ്പം അങ്ങനെ ഡെക്കോഡം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാൾ ഒരു കാരണവശാലും ഒരു ഇനാക്റ്റീവ് പാർട്ടിസിപ്പൻ്റ് ആയിരിക്കത്തില്ല. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ടൈം പഞ്ച്വാലിറ്റി. ഓക്കെ, ആ ഒരു പഞ്ച്വാലിറ്റി. അതുപോലെ തന്നെ നമ്മുടെ വേ ഓഫ് സ്പീക്കിംഗ്, നമ്മൾ ഒരു കാരണവശാലും ഇന്ററാക്ട് ചെയ്യാതിരിക്കുന്നത് വേ ഓഫ് സ്പീക്കിങ്ങും അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നെക്സ്റ്റ് വൺ, ഡോണ്ട് മോണോപോളൈസ്. മോണോപോളൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും ഒരാളെ ഓവർകം ചെയ്ത് സംസാരിക്കാൻ പാടില്ല. നമ്മുടെ ടൈം എപ്പോഴാണോ ആ ഒരു ടൈമിൽ മാത്രമേ നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ. നെക്സ്റ്റ് വൺ, റിസോൾവ് കോൺഫ്ലിക്ട്സ്. ഒരുപാട് ഈ മീറ്റിംഗ് ടൈമിൽ ഒരുപാട് പോയിന്റ്സ് ഒക്കെ കിട്ടുന്നുള്ളൂ, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്ത് അല്ലെങ്കിൽ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ സന്നദ്ധരായിരിക്കണം. എപ്പോഴും പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് നമുക്ക് അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാം. ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അത് തെറ്റാണ്, നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശരിയാവില്ല എന്ന് ഒരുപാട് പ്രശ്നം ഉണ്ടാകുവാണെങ്കിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കിയിട്ട് നമുക്കത് വേണ്ടെങ്കിൽ വിട്ടേക്കാം, അങ്ങനെയൊക്കെ പറയാം. അതൊന്ന് സോൾവ് ചെയ്ത് വിടാനായിട്ട് നമ്മൾ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം. നെക്സ്റ്റ് വൺ, പേ അറ്റൻഷൻ ടു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മീറ്റിംഗ് ടൈമിൽ എപ്പോഴും സംസാരം മാത്രമായിരിക്കില്ല. ചിലപ്പം
ഗ്രാഫ്സ് ഒക്കെ ഉണ്ടായിരിക്കും. ഗ്രാഫ് ഒക്കെ വെച്ച് അല്ലെങ്കിൽ പൈ ചാർട്ടോ ഗ്രാഫോ ഒക്കെ വെച്ച് നമ്മുടെ പ്രോഗ്രസ്സും അതുപോലെ തന്നെ ഡൗണും എല്ലാ കാര്യങ്ങളും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതായിരിക്കും. അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ നമ്മൾ ഇത്ര എംപ്ലോയീസിനെ എടുത്തു, ഈ വർഷം കുറവ് എംപ്ലോയീസിനെ എടുത്തുള്ളൂ എന്നൊക്കെ വെച്ച് പൈ ചാർട്ടൊക്കെ വെച്ച് നമ്മളെ കാണിച്ചു തരും. സോ നമ്മളത് കേൾക്കാതെ നമ്മളത് എപ്പോഴും ലിസൺ ചെയ്ത് ആക്റ്റീവായിട്ട് ലിസൺ ചെയ്ത് നമ്മളത് ഗ്രാസ്പ് ചെയ്യണം. നമ്മുടെ ഡിഫറൻസസ് നമ്മുടെ കമ്പനിയിലുണ്ടായ അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിലുണ്ടായ ഡിഫറൻസ് ലാസ്റ്റ് ഇയറിൽ വെച്ച് ഈ വർഷം ഇത്രയാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പം ഞാൻ ഈ മീറ്റിങ്ങും ഗ്രൂപ്പ് ഡിസ്കഷൻ ഈ 2 ടോപ്പിക്ക് തീർത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് രണ്ടിനെ ഒന്ന് ഒരേ സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെ കൊണ്ടുവരാം എന്ന് നോക്കാം. ഓക്കെ, GD മീറ്റിംഗ്, ഇത് രണ്ടും മെയിൻ കോമൺലി യൂസ് ചെയ്യുന്നത് ഓഫീസസിലാണ്. ഓക്കെ, ഓഫീസിൽ എങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു പോയിന്റ് കിട്ടി, നമുക്ക് നാളെ തൊട്ട് പുതിയൊരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യണം. സോ എത്ര യൂസേഴ്സിനെ അത് ഇംപ്ലിമെന്റ് ചെയ്യിക്കാൻ പറ്റും അവരെല്ലാം നമ്മൾ ഒരു കളക്റ്റീവായിട്ട് റൂമിലോട്ട് കൊണ്ടുപോയിട്ട് ഈ ഒരു ടോപ്പിക് കൊടുക്കും. ഇതാണ് ഒരു ടോപ്പിക് കൊടുത്തിട്ട് നമ്മൾ നാളെ തൊട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന ഒരു പുതിയ പ്രൊജക്റ്റ് ആണിത്. ഇതിന്റെ ക്രൈറ്റീരിയാസ് ഒക്കെ ഇതാണ്, സ്ട്രാറ്റജീസ് ഇതാണ്, നമ്മുടെ പ്രോസസ്സ് ഇതാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് ഓരോരുത്തരും ഓരോ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല നല്ല രീതിയിലുള്ള റെസ്പോൺസ് ഉണ്ട്. നമുക്ക് അത് അങ്ങനെ ചെയ്യാം, ഇത്ര ഓഡിറ്റേഴ്സിനെ വെക്കാം, ഇത്ര യൂസേഴ്സിനെ വെക്കാം, അതുപോലെ തന്നെ ATA ചെയ്യാനായിട്ട് ഓഡിറ്റ് ടു ഓഡിറ്റ് ചെയ്യാനായിട്ട് ഇത്ര പേരെ വെക്കാം, ഒരു മാനേജർ മതി, ഞാനത് മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ അതിനെ ലീഡ് ചെയ്ത് കൊണ്ടുപോകാം, എനിക്ക് ഇതിന് ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്ക് GDയിൽ നമുക്കത് എടുക്കാൻ പറ്റും. ഓക്കെ, ഈ പറഞ്ഞ കാര്യം GDസിൽ പറഞ്ഞ കാര്യങ്ങൾ അപ്രൂവ് ചെയ്യണമെങ്കിൽ മീറ്റിംഗ്സിൽ കൊണ്ടുപോകണം. മാനേജേഴ്സുമായിട്ടുള്ള മീറ്റിംഗ്സ് വഴിയാണ് ഇത് അപ്രൂവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഇതൊന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞാണ് ഇത് രണ്ടും എവിടെ യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ യൂണിറ്റ് 6 തീർന്നിരിക്കുകയാണ്. GD ആൻഡ് മീറ്റിംഗ്സ്, ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് മീറ്റിംഗ്. നമുക്ക് അറിയാവുന്ന ടോപ്പിക്കാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ജസ്റ്റ് എന്നാലും ഒന്ന് വായിച്ചിട്ട് പോവുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി പോയാൽ നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, എനിവേ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ കോർഡിനേറ്റിംഗ്.